മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലേക്കും പോയി വരാം. നമുക്കൊപ്പം ചേരുന്നു ഗൗതം അനന്തനാരായണൻ, മഹാരാഷ്ട്രയിലെ വിശേഷങ്ങളുമായി, ജിഷ്ണു കൃഷ്ണൻ ജാർഖണ്ഡിലെ വിശേഷങ്ങളുമായി. ഗൗതം അനന്തനാരായണൻ, നമസ്തേ, ഗുഡ് മോർണിംഗ്. ഇനി 12 മിനിറ്റ് മഹാരാഷ്ട്രയിലെ സൂചനകൾ വന്നു തുടങ്ങാൻ, എങ്ങനെ വിലയിരുത്തുന്നു? പ്രദീപ്, രോഹിണി, ഇരുവർക്കും ഗുഡ് മോർണിംഗ്. മഹാരാഷ്ട്രയെ സംബന്ധിച്ച് എക്സിറ്റ് പോളുകളും അതോടൊപ്പം തന്നെ നേരത്തെ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് നടന്ന അഭിപ്രായ സർവേകളും എല്ലാം അവിടെ BJP നേതൃത്വം നൽകുന്ന സർക്കാരിന് ഭരണ തുടർച്ച തന്നെയാണ് പ്രവചിച്ചത്. അവിടെ ഒരു ഭരണവിരുദ്ധ വികാരത്തിന്റെ അലയൊലികളില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. പ്രത്യേകിച്ച് ഏക്നാഥ് ഷിൻഡെ മുഖ്യമന്ത്രിയായും ദേവേന്ദ്ര ഫട്നാവിസ് ഉപമുഖ്യമന്ത്രിയായും തുടരുന്ന ഏതാണ്ട് 2.5 വർഷം നീളുന്ന ഭരണത്തിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തി, അതല്ലെങ്കിൽ ജനക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ചു എന്ന വിലയിരുത്തൽ ജനങ്ങൾക്കിടയിലുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ അല്പസമയത്തിനകം എണ്ണാൻ പോകുന്ന ഈ വോട്ടെണ്ണൽ അത് എണ്ണിത്തീരുന്ന ഘട്ടത്തിൽ BJPക്കും ശിവസേനയ്ക്കും കൃത്യമായ ഭൂരിപക്ഷം ഉണ്ടാവുകയും ഒരു 150 സീറ്റുകളിൽ മുകളിൽ BJP നേടിക്കൊണ്ട് അവിടെ ഒരു NDA സർക്കാരിന്റെ തുടർഭരണം തന്നെയാണ് മഹാരാഷ്ട്രയിൽ പ്രവചിക്കപ്പെടുന്നത്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ സവിശേഷത, അല്ലെങ്കിൽ ഏവരും ഈ സംസ്ഥാനത്ത് മഹാരാഷ്ട്രയിൽ ഉറ്റുനോക്കുന്നത്, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ശിവസേനയും NCPയും ഇതിൽ യഥാർത്ഥ ശിവസേനയായി ജനങ്ങൾ അംഗീകരിക്കുന്നത് ഏക്നാഥ് ഷിൻഡെയാണോ അതോ ബാൽ താക്കറെയുടെ മകനായിട്ടുള്ള ഉദ്ധവ് താക്കറെ നയിക്കുന്ന ശിവസേനയാണോ? അതോടൊപ്പം തന്നെ NCPയെ സംബന്ധിച്ച് ആ പാർട്ടിയുടെ സ്ഥാപക നേതാവായ ശരത് പവാറിനെ മഹാരാഷ്ട്രയിലെ ജനങ്ങൾ ഒരിക്കൽ കൂടി അംഗീകരിക്കുമോ? അല്ലെങ്കിൽ ഭൂരിപക്ഷം MLA-മാരുമായി ചേർന്ന യഥാർത്ഥ NCPയായി പ്രഖ്യാപിക്കപ്പെട്ട അജിത് പവാറിനാണ് സ്വാധീനം. അപ്പോൾ മഹാരാഷ്ട്രയിൽ തുടർഭരണം ലഭിക്കും. BJP ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകുമെന്ന കാര്യത്തിൽ ആർക്കും സംശയങ്ങളില്ല. പക്ഷേ ഏറ്റവും വലിയ ട്വിസ്റ്റ്, അല്ലെങ്കിൽ ഏറ്റവും വലിയ കൗതുകം അത് ആളുകളിൽ നിലനിൽക്കുന്നത് ഈ 2 പ്രാദേശിക പാർട്ടികളിൽ, പിളർന്ന പാർട്ടികളിൽ അവർ ആ പിളർപ്പിനിടയിൽ ആർക്കാണ് സ്വാധീനം ഉണ്ടാകുക? യഥാർത്ഥ ശിവസേന ആര്, യഥാർത്ഥ NCP ആര് എന്ന് സംബന്ധിച്ച് അതാണ് ചോദ്യം ഗൗതം. യഥാർത്ഥ ശിവസേന ആര് എന്നുള്ളത്, ബാൽ ഠാക്കറെയുടെ പാരമ്പര്യം പേഴുന്നത് ആര്? ബാൽ ഠാക്കറെയുടെ പുത്രനോ അതോ ബാൽ ഠാക്കറെയുടെ വത്സല ശിഷ്യനോ എന്നുള്ള ചോദ്യം, അതിനുള്ള മറുപടി ഇതിനോടകം MLA-മാർ ആർക്കൊപ്പം നിന്നു എന്നുള്ളത് ഇപ്പോൾ വോട്ടർമാർ നേരിട്ട് വിധി എഴുതുന്നു. അണികൾ തങ്ങളോടൊപ്പമാണെന്നുള്ള ഉദ്ധവ് ഠാക്കറെയുടെ അവകാശവാദങ്ങൾക്ക് ഇന്ന് കല്ലും നെല്ലും തിരിച്ചറിയാം, അല്ലേ ഗൗതം? അത് തന്നെയാണ് പ്രദീപ്. അതായത് 2022 ശിവസേന പിളരുന്നത്. നമുക്കറിയാം, ആ ശിവസേന പിളരുവാനുള്ള അടിസ്ഥാനപരമായ കാരണമൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. കാരണം കോൺഗ്രസിനൊപ്പം ഉദ്ധവ് താക്കറെ സഖ്യം ചേരുന്നു. ബാൽ താക്കറെ 1967 മഹാരാഷ്ട്രയുടെ മണ്ണിൽ ശിവസേന എന്ന പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കുമ്പോൾ അദ്ദേഹം ഏറ്റവും കൂടുതൽ വിമർശിച്ചിരുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയാണ്. പ്രത്യേകിച്ച് മഹാത്മാഗാന്ധി പിരിച്ചുവിടാൻ പറഞ്ഞ ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പിന്നീട് ഒരു ഇറ്റാലിയൻ വനിതയുടെ കൈകളിൽ എത്തിയെന്നും ഭാരതത്തിലെ ഹിന്ദുത്വ ദേശീയതയുടെ ഏറ്റവും വലിയ എതിരാളികൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണെന്നും, പ്രത്യേകിച്ച് സോണിയാഗാന്ധിയും നെഹ്റു കുടുംബവും നയിക്കുന്ന കോൺഗ്രസ് ആണെന്നും ബാലാ സാഹിബ് താക്കറെ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിൽ, പ്രത്യേകിച്ച് ദസറ സന്ദേശത്തിലാണെങ്കിലും അദ്ദേഹത്തിന്റെ അഭിമുഖങ്ങളിലാണെങ്കിലും ശിവസൈനികർക്ക് നൽകിയിട്ടുള്ള ഓരോ സന്ദേശങ്ങളിലും അദ്ദേഹം ഹിന്ദുത്വത്തിന്റെ എതിരാളിയായി കടന്നാക്രമിച്ചത് കോൺഗ്രസിനെയാണ്. അതേ കോൺഗ്രസുമായി ഈ ബാൽ താക്കറെയുടെ സ്വന്തം പുത്രൻ തന്നെ സഖ്യം ചേർന്നുകൊണ്ട് ബാൽ താക്കറെ ഉയർത്തിയ തന്റെ രാഷ്ട്രീയ ലെഗസിയെ സ്വന്തം മകനാണ് അട്ടിമറിച്ചത് എന്ന് ശിവസൈനികർ വിശ്വസിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് 2022 താനെയിൽ നിന്നുള്ള ശിവസേനയുടെ തീപ്പൊരി നേതാവായ ഏക്നാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിൽ ശിവസേന പിളരുകയും ഭൂരിപക്ഷം MLA-മാരും ഭൂരിപക്ഷം MP-മാരുമായി ഏക്നാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിൽ ശിവസേന BJPക്കൊപ്പം തന്നെ ചേർന്ന് ഇന്ന് കാണുന്ന രീതിയിലുള്ള മഹായുതി സർക്കാരിന് രൂപം കൊടുത്തത്. അപ്പോൾ കാര്യങ്ങൾ വ്യക്തമാണ്. ഭൂരിപക്ഷം MLA-മാരും ഭൂരിപക്ഷം MP-മാരും ഏക്നാഥ് ഷിൻഡെ നേതൃത്വം നൽകിയ ശിവസേനയ്ക്കൊപ്പമാണ് നിന്നത്. പക്ഷേ മാധവശ്രീയും അതോടൊപ്പം തന്നെ ഉദ്ധവ് താക്കറെയും ഇപ്പോഴും അവകാശപ്പെട്ടത് ജനങ്ങളുടെ മാൻഡേറ്റ് തങ്ങൾക്കൊപ്പം ആയിരിക്കും എന്നുള്ളതാണ്. അതാണ് ഇന്നിപ്പോൾ വിലയിരുത്തപ്പെടാൻ പോകുന്നത്. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ആദ്യമായി നടക്കുന്നു. ശിവസേന 2ആയി പിളർന്നതിന് ശേഷം പ്രത്യേകിച്ച് ശിവസേനയുടെ പഴയ ശക്തി കേന്ദ്രങ്ങൾ, അത് മുംബൈ, അതോടൊപ്പം തന്നെ താനെ, കൊങ്കൺ ബെൽറ്റ്, ഈ ബെൽറ്റുകളിൽ ശിവസേനയ്ക്ക് ആധിപത്യം മുൻപുണ്ടായിരുന്നതാണ്. ഇപ്പോഴും ആധിപത്യമുണ്ട്. പക്ഷെ അത് ഏത് ശിവസേനയ്ക്കൊപ്പമാണ് ജനങ്ങൾ അണിനിരക്കുന്നത് എന്ന് അറിയുവാനാണ് ദേശീയ രാഷ്ട്രീയം കാത്തു നിൽക്കുന്നത്. ഇതിന് തൊട്ട് മുൻപ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ചെറിയ മേൽക്കൈ ഉദ്ധവ് താക്കറെ നയിക്കുന്ന ശിവസേനയ്ക്ക് ലഭിച്ചു. 9 സീറ്റിലാണ് അവർ വിജയിച്ചത്. എന്നാൽ യഥാർത്ഥ ശിവസേന, അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിക്കപ്പെട്ട ശിവസേന ഏക്നാഥ് ഷിൻഡെയുടേതാണ്. ഏക്നാഥ് ഷിൻഡെയുടെ ശിവസേനയ്ക്ക് 7 സീറ്റുകൾ ലഭിച്ചു. അതായത് ചെറിയൊരു മേൽക്കൈ ഉദ്ധവ് താക്കറെക്കുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും നമുക്കറിയാം അത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. പൊതുവെ ദേശീയ വിഷയങ്ങളാണ് അവിടെ ചർച്ചയാക്കുന്നത്. തീർച്ചയായും പ്രാദേശികമായ വിഷയങ്ങളും
മറ്റും ചർച്ചയാകുന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. അതിനാൽ ഏത് ശിവസേനയ്ക്കൊപ്പമാണ് മറാഠയുടെ വികാരം എന്നത് കൃത്യമായി നമുക്ക് അല്പസമയത്തിനകം തന്നെ അറിയാൻ സാധിക്കും. അതെ, ഇനി നമ്മൾ നേരെ ജാർഖണ്ഡിലേക്കാണ് പോകുന്നത്. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, ജാർഖണ്ഡിൽ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ NDAക്ക് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. നമുക്കറിയാം JMMനുള്ളിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ, സോറന്റെ അഴിമതി കഥകൾ, സോറൻ ശാപത്തിൽ നിന്നല്ലേ സോറൻ യുഗത്തിന് സമാപ്തി കുറിച്ചുകൊണ്ട് പുതുയുഗ പിറവി ഉണ്ടാകുമോ? NDA നയിക്കുന്ന വികസന യുഗമാണോ അവിടെ പിറക്കാൻ പോകുന്നത്? ജിഷ്ണു. പ്രതിഭ രോഹിണി, ഗുഡ് മോർണിംഗ്. തീർച്ചയായും ജാർഖണ്ഡിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ ഏറ്റവും പ്രധാനമായി ഉയരുന്ന ചോദ്യം ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ JMMന് പിടിച്ചു നിൽക്കാൻ സാധിക്കുമോ, അതല്ലെങ്കിൽ BJPയുടെ നേതൃത്വത്തിൽ NDA സർക്കാർ വീണ്ടും ജാർഖണ്ഡിൽ അധികാരം തിരിച്ചു പിടിക്കുമോ എന്നുള്ള രണ്ട് ചോദ്യങ്ങളാണ് ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇനി മിനിറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. സ്ട്രോങ് റൂമിലേക്ക് ഉദ്യോഗസ്ഥർ എത്തിക്കഴിഞ്ഞു. അല്പസമയത്തിനകം തന്നെ സ്ട്രോങ് റൂം തുറക്കും. ആദ്യം തപാൽ വോട്ടുകൾ, 8:30 തപാൽ വോട്ടുകളിലെ ആദ്യ ഫലസൂചനകളെത്തും. 9:30-10 മണിയോടുകൂടി തന്നെ ആദ്യ ഫലസൂചനകൾ. ജാർഖണ്ഡിന്റെ മനസ്സെങ്ങോട്ട് ചിന്തിച്ചു എന്ന് സംബന്ധിച്ച കൃത്യമായ ഫലസൂചനകൾ നമുക്ക് 9:30-10 മണിയോടുകൂടി തന്നെ ഉറപ്പിക്കാൻ സാധിക്കും. ഏതായാലും ഈ ഏറ്റവും അവസാനത്തെ നിമിഷങ്ങളിലേക്ക് നമുക്ക് ജാർഖണ്ഡിലെ രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ 2019 അവിടെ BJPക്ക് ഭരണം നഷ്ടപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണെങ്കിൽ പോലും അവിടെ രണ്ടാമത്തെ ഒറ്റകക്ഷിയായി 81 അംഗ നിയമസഭയിൽ 25 സീറ്റുകൾ BJPക്ക് നേടാൻ സാധിച്ചിരുന്നു. 30 സീറ്റുകളായിരുന്നു അന്ന് JMMന് നേടിയത്. പക്ഷേ പിന്നീട് കഴിഞ്ഞ 5 വർഷം ജാർഖണ്ഡിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്ക് മുൻപിലുള്ളതാണ്. മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്നിട്ടുള്ള കടുത്ത അഴിമതി, കള്ളപ്പണ ആരോപണങ്ങൾ, ഖനി അഴിമതിയും ഒപ്പം കള്ളപ്പണ ഇടപാടും ഉൾപ്പെടെ കേന്ദ്ര ഏജൻസികൾ പുറത്തു കൊണ്ടുവന്നിട്ടുള്ള ഹേമന്ത് സോറനെതിരെയുള്ള അഴിമതി കഥകൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചാ വിഷയമായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഒരു ശൈത്യകാലത്തിൻ്റെ തുടക്കത്തിലേക്കാണെങ്കിലും കനത്ത തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ചൂട് ജാർഖണ്ഡ് അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് പ്രചാരണ പ്രവർത്തനങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായിട്ടുള്ളതാണ്. 2 ഘട്ടങ്ങളിലായി വോട്ടെടുപ്പ് നടന്നു. 13-നും 20-നും നടന്ന വോട്ടെടുപ്പിൽ ആകെ 67.55% പോളിംഗ് രേഖപ്പെടുത്തിയത്. അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ 2% ഉയർന്ന പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 2019 65% പോളിംഗ് രേഖപ്പെടുത്തിയത്. ജാർഖണ്ഡ് പോലൊരു സംസ്ഥാനത്ത് മാവോയിസ്റ്റ് ഭീതി മുൻപ് നിലനിന്നിരുന്ന വലിയ അക്രമ സംഭവങ്ങൾ അരങ്ങേറിയിരുന്ന സംസ്ഥാനത്ത് സമാധാനപരമായി വോട്ടെടുപ്പ് നടത്താൻ സാധിക്കുന്നു. പോളിംഗ് ശതമാനം ഉയരുന്നു. ഇതെല്ലാം ആർക്ക് അനുകൂലമാകുമെന്നുള്ള വലിയ ചോദ്യം ഏറ്റവും അവസാനത്തെ നിമിഷങ്ങളിലും ബാക്കിയാകുമ്പോൾ BJPയുടെ ഭാഗത്ത് NDA ക്യാമ്പ് പരിശോധിക്കുമ്പോൾ 81 അംഗ നിയമസഭയിൽ 68 സീറ്റുകളിലേക്കാണ് BJP സ്ഥാനാർത്ഥികളെ നിർത്തിയത്. 10 സീറ്റുകളിൽ ഓൾ ജാർഖണ്ഡ് സ്റ്റുഡൻസ് യൂണിയൻ, 2 സീറ്റുകളിൽ നിതീഷ് കുമാറിന്റെ പാർട്ടിയും 1 സീറ്റിൽ ചിരാഗ് പാസ്വാന്റെ LJPക്കും അവസരം നൽകിക്കൊണ്ട് NDA ശക്തമായ പ്രചാരണം നടത്തി. മറുഭാഗം പരിശോധിക്കുമ്പോൾ JMMനെ മുന്നിൽ നിർത്തിക്കൊണ്ട് കോൺഗ്രസും RJDയും പിറകിൽ നിന്നുകൊണ്ടാണ് ഇന്ത്യ മുന്നണി മുൻപോട്ട് പോയത്. പക്ഷേ പല മണ്ഡലങ്ങളിലും, അതായത് വിജയസാധ്യതയുള്ള പല മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് സംബന്ധിച്ച് JMM, കോൺഗ്രസ്, RJD പാർട്ടികൾ തമ്മിൽ വലിയ തർക്കം, ആഭ്യന്തര തർക്കം നിലനിന്നു എന്നുള്ളതാണ് ആ സഖ്യത്തിന് വലിയ തിരിച്ചടി നൽകിയത്. ഒപ്പം JMMന്റെ പ്രധാനപ്പെട്ട നേതാവായിരുന്ന ചമ്പൈ സോറൻ BJP കേന്ദ്രത്തിലേക്ക് എത്തുകയും കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിൽ ഹേമന്ത് സോറനും JMMനുമൊപ്പം അടിയുറച്ചു നിന്നിരുന്ന പല മണ്ഡലങ്ങളിലും JMMന്റെ വോട്ട് ബാങ്കിൽ വിള്ളലുണ്ടാക്കുന്ന തരത്തിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനും ചമ്പൈ സോറിന് സാധിച്ചു എന്നുള്ളതാണ് വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെയാണ് എല്ലാ എക്സിറ്റ് പോളുകളും 81 അംഗ ജാർഖണ്ഡ് നിയമസഭയിൽ BJP NDA സർക്കാരിനാണ് സാധ്യത എന്നൊരു ഫലസൂചനയിലേക്ക് എക്സിറ്റ്. ജിഷ്ണു കൃഷ്ണൻ, നമുക്ക് വോട്ടെണ്ണലിലേക്ക് കടക്കാൻ ഇനി കേവലം 3 മിനിറ്റ് മാത്രം.